യെസ്, അഡ്വക്കേറ്റ് ആസ്ക, ഈ വിഷയത്തിൽ കേരളം ഭരിക്കുന്നവരുടെ അഭിപ്രായം അറിയണം, നിലപാട് അറിയണം. അഴകുഴമ്പൻ അഭിപ്രായം പറഞ്ഞാൽ പോരാ. നഫീസ് ഉമ്മയ്ക്ക് കേരളമൊട്ടാകെ പിന്തുണ അറിയിച്ചപ്പോൾ LDFിൻ്റെയും UDFിൻ്റെയും നേതാക്കന്മാർ മൗനി ബാബകളായി ഇരിക്കുകയായിരുന്നു. നമുക്കറിയാം, സാംസ്കാരിക നായകത്വത്തിൻ്റെ മൊത്തം അടങ്കൽ എടുത്തവർക്ക് മിണ്ടാട്ടമില്ല. ഇതുവരെയായും അവരൊന്നും കമാന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല. എന്തുകൊണ്ടാണിത് അഡ്വക്കേറ്റ് ഹസ്ക? ഇസ്ലാം മതപണ്ഡിതരെ വിമർശിക്കാൻ എന്തുകൊണ്ട് നാവ് പൊങ്ങുന്നില്ല? അതോ ഇത് ഗൗരവത്തോടെ ചർച്ച ചെയ്യേണ്ട വിഷയമല്ല എന്ന നിലപാടാണോ? അന്നമ്പ്യർ, ഞാൻ ഇതിൽ ആദ്യം നഫീസ് ഉമ്മയെയോ അല്ലെങ്കിൽ ഭർത്താവ് മരണപ്പെട്ടു പോയവരെയോ വിധവ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനോട് വിയോജിപ്പുള്ള ആളാണ്. കാരണം ഭാര്യ നഷ്ടപ്പെട്ടു പോയ മരണപ്പെട്ടു പോയ ഏതെങ്കിലും പുരുഷന്മാരെ വിധവൻ എന്ന് വിളിക്കുന്നത്രത്തോളം കാലം വിധവ എന്ന വാക്ക് ഉപയോഗിക്കുന്നതിനുള്ള അവകാശം നമുക്ക് ആർക്കും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നഫീസ് ഉമ്മയുടെ ഏതെങ്കിലും ജീവിതയാത്രയെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും ഇബ്രാഹിം സഖാഫിക്ക് വിമർശനം ഉന്നയിക്കാനുള്ള യാതൊരുവിധ അവകാശവും സാമൂഹ്യപരവും സാമൂഹികപരവും സാംസ്കാരികപരവും രാഷ്ട്രീയപരമായി ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. സമസ്തയുടെ മുതിർന്ന നേതാക്കന്മാരിലാണ് ഇബ്രാഹിം സഖാഫി. സ്വാഭാവികമായും ഇബ്രാഹിം സഖാഫിയുടെ വാക്കുകൾ സുന്നി സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അത് ഒരു അവസാന വാക്ക്, കാന്തപുരത്തെ പോലെ അവസാനത്തെ വാക്കുകളായി വിശ്വസിക്കപ്പെടും എന്നുള്ളതാണ്. അദ്ദേഹത്തെ പോലെ ഇത്തരം നെറികെട്ട വാക്കുകൾ അദ്ദേഹം ഉപയോഗിച്ചു എന്ന് കരുതുന്ന ഒരാളാണ്. അദ്ദേഹം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കാൻ പാടില്ല. അദ്ദേഹം ഇസ്ലാമിന്റെ അടിസ്ഥാന പ്രമാണത്തെ പോലും മനസ്സിലാക്കിയതാണ് അദ്ദേഹം സംസാരിച്ചിട്ടുള്ളത്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് പലപ്പോഴും ഇസ്ലാം പൊതുസമൂഹ മധ്യേ വിമർശിക്കപ്പെടുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതെന്ന് കരുതുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ഇസ്ലാം മതം സ്ത്രീകൾക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിനെ പറ്റി ഒരു ചെറിയ ഉദാഹരണം മാത്രം ഞാൻ പറഞ്ഞു. നേരത്തെ ബലാത്സംഗത്തെ കുറിച്ച് പറഞ്ഞു. അതിൽ നൽകുന്ന ശിക്ഷയെ കുറിച്ച് ഗുരുമൂർത്തിക്ക് അറിയുമോ? അത് ഫൈൻ ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ വധശിക്ഷ ഒഴികെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ് ഇസ്ലാം അനുശാസിക്കുന്നത്. അതിൽ 2 പുരുഷന്മാർ സാക്ഷികളായി കാണണം എന്ന് പറയുന്നത് അത് ബലാത്സംഗം നേരിട്ട് കണ്ടവർ എന്ന അർത്ഥത്തിലല്ല. അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യരുത്. ഞാനത് പോട്ടെ, ആ വിഷയത്തില്ല. മഹർ എന്ന് പറയുന്നത് ഇസ്ലാം സമൂഹത്തിൽ വിവാഹത്തിന് സ്ത്രീക്ക് നൽകുന്ന സ്വത്തവകാശമാണ്. പുരുഷന്റേതായിട്ടുള്ള മുഴുവൻ സ്വത്തിൽ മഹാഭൂരിപക്ഷം സ്വത്തും കൊടുത്താൽ മാത്രമേ ഒരു സ്ത്രീയെ വിവാഹം കഴിയൂ എന്ന് അനുശാസിക്കുന്ന ഒരു മതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതമാണ്. ഞാൻ ഇസ്ലാം മതത്തിന്റെ പ്രചാരകനായിട്ട് പറയുന്നതല്ല. അത് സ്ത്രീക്ക് നൽകുന്ന സ്വാതന്ത്ര്യത്തിന്റെ, ആ സ്ത്രീക്ക് നൽകുന്ന സ്വത്തവകാശത്തിന്റെ, സ്ത്രീക്ക് നൽകുന്ന മഹത്വത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടി ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ കേരളീയ പൊതുസമൂഹത്തിൽ ഇടതുപക്ഷത്തിനടക്കം, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഇടതുപക്ഷത്തിനടക്കം മുസ്ലിം മതപൗരോഹിത്യത്തെ വിമർശിക്കുന്നതിന് പലപ്പോഴും അതിന്റെ കാതലായ വിഷയങ്ങളിൽ വിമർശിക്കുന്നതിന് കഴിയാതെ വന്നിട്ടുള്ള ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കാരണം മുസ്ലിം സമൂഹത്തിലെ മതപുരോഹിത്യത്തിന്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വിമർശിച്ചാൽ അത് ഇസ്ലാം മതത്തെ വിമർശിക്കുന്നതാണെന്നും അതുവഴി മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ആകമാനം ഇസ്ലാം ഇടതുപക്ഷത്തിന് എതിരാകും എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത് പറയുന്നത്. മുസ്ലിം സമൂഹം ഇന്ന് പുരോഗമനാത്മക സമൂഹമാണ്. 100 കൊല്ലം മുമ്പ് നിൽക്കുന്ന കേരളീയ മുസ്ലിം സമൂഹം അഭിനന്ദിക്കുന്നു. അല്ല, ഞാനത് തുറന്ന് സമ്മതിക്കാണ്. ഞാൻ പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ഈ ഇബ്രാഹിം സഖാഫിയെയും കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടേതാണെങ്കിലും അവരുന്നയിച്ചിരിക്കുന്ന ഈ ആരോപണത്തെ നഖശിഖാന്തം എതിർക്കപ്പെടേണ്ടതാണ്. കാരണം ഒരു സ്ത്രീക്ക് ഭർത്താവ് മരണപ്പെട്ടു പോയി എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീയുടെ ജീവിതം അവസാനിച്ചു എന്ന് കരുതിയിരിക്കുന്ന ഈ ഭ്രാന്തന്മാരെ അവർക്കെതിരെ പറയേണ്ടിടത്ത് പറയാനുള്ള ആർജവം ഇടതുപക്ഷത്തിനുണ്ടാവും. പക്ഷെ ആ നട്ടില് കാണിച്ചില്ല. പക്ഷേ അഡ്വക്കേറ്റ് ആസ്ക, കേരളത്തിലെ മഹാഭൂരിപക്ഷം നഫീസ് ഉമ്മയോടൊപ്പമായിരുന്നു. അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ എത്ര പോസ്റ്റുകൾ. അല്ല, നിശ്ചയമായും. പക്ഷേ നമ്മൾ ഈ അഭിപ്രായം പ്രതികരണം പ്രതീക്ഷിക്കുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അടങ്കലെടുത്ത സാംസ്കാരിക നായകർ. ഞാൻ അതിലേക്ക് അൽനമ്പ്യാർ വരുന്നത് 90കളുടെ അവസാന കാലഘട്ടം വരെ കേരളത്തിൽ സാംസ്കാരിക നായകന്മാർക്ക് നട്ടലുണ്ടായിരുന്നു എന്ന് കരുതുന്ന ഒരാളാണ്. ഡോക്ടർ സുമാർ റെഡ്ഡിക്കൂറിനെ പോലെ, പ്രൊഫസർ MN വിജയനെ പോലെ
എന്തും പറയുന്നതിനും ഏത് നെറികേടിന് നേരെ ആർക്കു നേരെയും പാഞ്ഞെടുക്കുന്നതിനും ചാട്ടുളി പോലെ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് ധൈര്യമുണ്ടായിരുന്ന ഒരു സാംസ്കാരിക ലോകം കേരളത്തിൽ ഉണ്ടായിരുന്നു. ഇന്ന് ആ സാംസ്കാരിക ലോകം ആകമാനം അപജയത്തിന്റെ വക്കിലാണ്. അതുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ പ്രമുഖനായ ഒരു സാംസ്കാരിക നായകൻ ഭരണകൂടത്തിന് അനുകൂലമായി പട്ടും വളയും സ്വീകരിക്കുന്നതിന് മുട്ടുകാലിൽ ഇടണമെന്ന് പറയുന്ന അർത്ഥത്തിൽ പറഞ്ഞു പോകേണ്ടി വരുന്ന ഗതികേടുള്ള സാംസ്കാരിക നായകന്മാരും എഴുത്തുകാരുമുള്ള ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് ഈ സാംസ്കാരിക നായകന്മാരുടെ വാക്കുകളിൽ നിന്നും ഏതെങ്കിലും ഒരു സമൂഹത്തെയോ ഏതെങ്കിലും ഒരു സമുദായത്തെയോ വിമർശിക്കുന്നുള്ള ആർജവം ഉണ്ടാവില്ല. അവർ എപ്പോഴും ഭരണകൂടത്തിന് അനുകൂലമായി പട്ടും വളയും സ്വീകരിക്കുന്നതിനു വേണ്ടി നിലകൊള്ളുന്നു എന്ന ഖേദകരമായ സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. സാംസ്കാരിക നായകന്മാരുടെ മൗനം എന്ന് പറയുന്നത്, അവരുടെ കുറ്റകരമായ ഈ മൗനം അവർ വെടിഞ്ഞേ മതിയാകൂ. കാരണം കേരളീയ പൊതുസമൂഹത്തിൽ അവർക്ക് ഏതെങ്കിലും തരത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് എന്ന വിശ്വാസം അവർക്കുണ്ട് എങ്കിൽ നിശ്ചയമായും ഇത്തരം വിഷയങ്ങളിൽ അവരുടെ വാക്കുകൾ, അവരുടെ മൗനം വെടിഞ്ഞ് വാക്കുകൾ വിതറിയേ മതിയാകൂ എന്ന് കരുതുന്ന ഒരാളാണ്. എന്തുകൊണ്ടെന്നാൽ ഈ സാംസ്കാരിക നായകന്മാർ ഇപ്പോ അവർ ഒരു പ്യൂപ്പൈഡ് പെട്ടുപോയ അവസ്ഥയിലാണ്. അവര് ഒരു തരത്തിലും അവരുടെ പുസ്തകത്തിന്റെ മാർക്കറ്റുകൾക്കപ്പുറം അവർ മറ്റൊന്നും ചിന്തിക്കുന്നില്ല എന്ന ഗതികരണം. വിജയ് മാഷും സുകുമാർ അഴീക്കോട് മാഷും ഒക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ അവർ അഴീക്കോട് മാഷിനെ സംബന്ധിച്ച് തന്നെ പറഞ്ഞു. അഴീക്കോട് മാഷ് കോൺഗ്രസിന്റെ ഭരണകാലത്ത് അദ്ദേഹം ഒരു നിശ്ചയമായും ഒരു അടിമുടി കോൺഗ്രസ്സുകാരനായിരുന്നിട്ടും കോൺഗ്രസ് ഭരണകൂടത്തെ, എന്തിന് ശ്രീ AK ആന്റണിയുടെ ഗവൺമെന്റിനെ പോലും അദ്ദേഹം നിശിതമായി വിമർശിക്കുന്നതിന് അദ്ദേഹം തുനിഞ്ഞിട്ടുണ്ട്. വിജയൻ മാഷ് കടുത്ത ഇടതുപക്ഷത്തോടൊപ്പം നിന്നും CPM-ന്റെ ഏറ്റവും മുതിർന്ന നേതാവായിരുന്ന ഘട്ടത്തിൽ പോലും CPM-നെതിരെ കടുത്ത വാക്കുകൾ ഉപയോഗിക്കാനും ഇടതുപക്ഷത്തിന്റെ ചാട്ടി പോലെ പ്രയോഗങ്ങൾ നടത്തുന്നതിനുമുള്ള ധൈര്യമുണ്ടായിരുന്ന സാംസ്കാരിക നായകന്മാർ. അതുകൊണ്ടാണ് അവരിപ്പോഴും ഓർമ്മിക്കപ്പെടുന്നതും അവർ ഈ അവരുടെ വിയോഗം ഈ സമൂഹം ഇന്ന് വല്ലാതെ വേദനയോടെ കാണുന്നതും ഈ ഘട്ടത്തിൽ അങ്ങനെയാണ്. എന്തുകൊണ്ട് ഇപ്പോ അത്തരം ഒരു സാംസ്കാരിക നായകന്മാർക്ക് വരുന്നില്ല? വലതുപക്ഷത്തിൽ, അതായത് കോൺഗ്രസിലടക്കമുള്ള UDF പക്ഷത്ത് നിൽക്കുന്ന ആർക്കും ഇത്തരത്തിൽ വിമർശിക്കുന്നതിനുള്ള ധൈര്യമുള്ള ആളുകളല്ല. അവർക്ക് ഒരു ഇത്തരം കാര്യങ്ങളെ അങ്ങനെ കണ്ടെന്നു പോലും നടിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല. അതുകൊണ്ടാണ് സ്ത്രീ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച്, സ്ത്രീയുടെ ജീവിതത്തെ സംബന്ധിച്ച്, സ്ത്രീയുടെ സാമൂഹ്യ അവസ്ഥകളെ സംബന്ധിച്ച് വളരെ കൃത്യമായി നിലപാടെടുക്കേണ്ട സമയത്ത് നിലപാടെടുക്കും. ഇസ്ലാം മതത്തിനുള്ളിൽ ഇത്തരത്തിൽ അഭിപ്രായങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. ആ അഭിപ്രായങ്ങൾ വർദ്ധിച്ചു വരികയും ഒരു സമ്മാനം വാങ്ങാൻ പോലും പെൺകുട്ടികൾ വേദിയിലേക്ക് കടക്കരുതെന്ന് ശാസിക്കുന്ന സമസ്തയുടെ നേതാക്കന്മാരുടെ അല്ലെങ്കിൽ മതപൗരോഹിത്യമുള്ള ഒരു നാട്ടിൽ ഇസ്ലാം മതത്തിന്റെ സ്വാതന്ത്ര്യത്തെ സംബന്ധിച്ച് ഇസ്ലാം മതത്തിനുള്ളിൽ നിന്ന് തന്നെ നിശിതമായ വിമർശനങ്ങൾ വരേണ്ടതുണ്ട് എന്ന് കരുതുന്ന ഒരാളാണ്. ഇബ്രാഹിം സഖാഫി ഇത്രയേറെ വിമർശന വിധേയനായിട്ടും നോക്കൂ, അദ്ദേഹത്തെ ന്യായീകരിച്ച് കാന്തപുരത്തെ പോലുള്ള ഒരാൾ വന്നല്ലോ. അല്ല, സുന്നി സമൂഹത്തിന്റെയും അതുപോലെ തന്നെ ശ്രീ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെയും ഒക്കെ തന്നെ നിലപാടെന്ന് പറയുന്നത് വൈദവ്യത്തെ സംബന്ധിച്ച് യാത്രയരുതെന്നും, വൈദവ്യം എന്ന് പറയുന്നത് വരുന്ന ഒരു സ്ത്രീയുടെ അവസ്ഥയെ സംബന്ധിച്ച് അവർ വീടിനുള്ളിൽ അടച്ചിരിക്കപ്പെടണമെന്ന് കരുതുന്നു എന്നുള്ള അത്തരം മനോഭാവമുള്ള ആളുകൾക്ക് ഈ ഒരു തരത്തിലും അവർ പ്യൂപ്പയുടെ അവസ്ഥയിൽ നിന്ന് അവർ പുറത്തേക്ക് വന്നിട്ടില്ല. അവരിപ്പോഴും ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. ഇതൊന്നും ഇസ്ലാം പറഞ്ഞിട്ടുള്ളതല്ലെന്നേ. ഇസ്ലാം എവിടെയാണ് ഭാര്യ നഷ്ടപ്പെട്ടു പോയ സ്ത്രീകളെ സംബന്ധിച്ച്, ഭർത്താവ് നഷ്ടപ്പെട്ടു പോയിട്ടുള്ള സ്ത്രീകൾ അടങ്ങിയിരിക്കണമെന്ന് പറഞ്ഞത്? മുഹമ്മദ് നബിയുടെ കാലഘട്ടം പരിശോധിച്ചു നോക്കൂ. യുദ്ധത്തിൽ മരിക്കപ്പെട്ടു പോയ ഭർത്താക്കന്മാരുടെ ഭാര്യമാരെ മറ്റും പുരുഷന്മാർ വിവാഹം ചെയ്യുന്നതിന് ആഹ്വാനം ചെയ്തിട്ടുള്ളതാണ് മുഹമ്മദ് നബി. അപ്പോ അങ്ങനെ ആഹ്വാനം ചെയ്യുക എന്ന് പറയുന്ന ആ സ്ത്രീകൾ സുരക്ഷിതമായി ഇരിക്കണം, അവരുടെ ജീവിതം സമ്പുഷ്ടമായി തീരണം എന്ന് കരുതുന്ന വലിയ വിശാലമായിട്ടുള്ള ചിന്തകൾ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ അന്നും ഇന്ത്യയിൽ സതി അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള കാലഘട്ടത്തിലാണ് നാം പോകുന്നത്. സതി പോലുള്ള അനാചാരങ്ങളെ ഇന്ത്യയിൽ നിയമം മൂലം നിരോധിക്കപ്പെട്ടിട്ടും ആ നിരോധിക്കപ്പെട്ട ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്. ഇത്തരം കാടൻ ചിന്തകളും ഭ്രാന്തൻ ചിന്തകളുമായി ചില ആളുകൾ ഇസ്ലാം മതത്തിന്റെ അതിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന തരത്തിൽ ഇത്തരം വിമർശനം ഉന്നയിക്കുന്നത്. ഇസ്ലാം മതത്തിനുള്ളിലുള്ള സ്ത്രീകളുടെ
സ്വാതന്ത്ര്യത്തിന്റെ പ്രശ്നമാണ്, ഇസ്ലാം മതത്തിനുള്ളിലുള്ള സ്ത്രീകളുടെ അഭിപ്രായത്തിന്റെ പ്രശ്നമാണ്. അത് അവരുടെ ആഭ്യന്തര കാര്യമായി മാത്രം കരുതാതെ ഇത് പൊതുസമൂഹമാകമാനം ഇത്തരം വിഷയങ്ങളിൽ ഇത്തരം കാടൻ ചിന്തകളുള്ള പുരോഹിതന്മാർക്ക് നേരെ പറയേണ്ടടുത്ത് പറയണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ഒരിക്കൽ കൂടി ഞാൻ അഭിനന്ദിക്കുന്നു അഡ്വക്കേറ്റ് അസ്ക.